ഒരു ബുള്ളറ്റ് വാങ്ങണമെന്ന മോഹവുമായി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് റോയൽ എൻഫീൽഡിൻ്റെ സ്റ്റാൻഡേർഡ് 350. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായി സ്വാഗതം. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ബുള്ളറ്റിൻ്റെ സ്റ്റാൻഡേർഡ് 350 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ 2017 മോഡലാണ് വണ്ടി ഇരിക്കുന്നതാകട്ടെ തൃശ്ശൂർ ജില്ലയിലെ വെള്ളാങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ലേ, അവിടെ വിളയനാട് പള്ളിയുടെ അടുത്താണ് വാഹനം ഇരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ പുറം കാഴ്ച തന്നെ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല കുട്ടപ്പനായിട്ട് നല്ല കിടുമായിട്ട് ഇരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെയിൻറ്റ് നഷ്ടങ്ങളോ സ്ക്രാച്ചോ ചുളിവോ ഒന്നുമില്ല. വണ്ടി അതിമനോഹരമായിട്ട് നോക്കുന്ന ആളുകൾ തന്നെയാണ്. പിന്നെ ഈ സ്റ്റാൻഡേർഡ് ബുള്ളറ്റുകൾ അല്ലെങ്കിൽ അത്തരം വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ആരും ചപ്പ് ചവറ് പോലെ കൊണ്ടു നടക്കൽ കുറവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒരു മോഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ മേടിക്കുന്നതാണ്. സ്വപ്നങ്ങളെ സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്ന പോലെ വാങ്ങുന്നതാണ്. അപ്പം പിന്നെ ഒക്കെ കൊടുക്കുന്ന നിവൃത്തികേട് കൊണ്ട് ചില സാഹചര്യം കൊണ്ട് തന്നെ വേറെ വണ്ടികൾ എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ വാഹനം കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ്, അതായത് 2 മാസമാണ് ഇൻഷുറൻസ് എടുത്തിട്ടായുള്ളൂ. പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ മോശമാണ്, അതൊരു 10-40% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നാൽ ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഏകദേശം ഒരു 60% ഉണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അടിപൊളിയായിട്ട് സീറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പാണ് നിലവിൽ വണ്ടിക്കുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിനൊരു ഫൈനാൻസ് എടുക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ചെയ്തു തരാം. അത് എത്ര രൂപയാണ് ആദ്യം അടയ്ക്കേണ്ടത്, എങ്ങനെയാണ് മാസം അടയ്ക്കേണ്ടത് എന്ന വിവരങ്ങൾക്കൊക്കെ നിങ്ങൾ സെല്ലറെ വിളിക്കുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറയാവുന്നതാണ്. ഇനി ഇതിന് പറയുന്ന പ്രൈസ് എന്ന് പറയുന്നത് 1,15,000 രൂപയാണ്. 1,15,000 വില പറയുന്ന സെല്ലർ, 1,15,000 രൂപ. ചെറിയ രീതിയിലുള്ള നെഗോഷ്യബിൾ സാധ്യമാവുമെന്ന് പറയുന്നത്, വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് ഒരിക്കലും തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട്. കാരണം അതുപോലെ അതുമ്പോൾ പണിയെടുത്തിട്ടുണ്ട്. 2017 സ്റ്റാൻഡേർഡ്, ന്യൂ ഇൻഷുറൻസ്, പുകടച്ച് പുതിയതാണ് എടുത്തു തരാം. ഇനി പേര് മാറ്റലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വണ്ടി വാങ്ങിയതിന് ശേഷം ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ നമ്മളത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സെല്ലറെ വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫസ്റ്റ് കമൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. മറ്റൊരു വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ.